നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ കാണുന്ന റിയാലിറ്റി ഷോസ് അതിന്റെ യഥാർത്ഥ ഒറിജിൻ എവിടെ നിന്നെല്ലാമാണ് എന്നുള്ളതാണ്. ലിസ്റ്റിലായിട്ടത് ഡാൻസിങ് ഷോസ് ആണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഡാൻസിങ് TV ഷോസ് കണ്ടിട്ടുണ്ട്. ഡാൻസിങ്ങിന് കഴിവുള്ള കണ്ടസ്റ്റൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്യുകയും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ജഡ്ജസ് ഈ ഒരു ഡാൻസിന് മാർക്കിടുന്ന സെറ്റപ്പ് ആദ്യമായി തുടങ്ങിയത് അത് അമേരിക്കയിലാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡാൻസിങ് ടെലിവിഷൻ ഷോയുടെ പേരാണ് ദ ആർതർ മുറേ പാർട്ടി. 1950 മുതൽ 1960 വരെ ഏകദേശം 10 വർഷം നീണ്ടിരുന്നു. ഈ ഒരു ഷോയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഗ്രൂപ്പായാണ് ഡാൻസ് കളിക്കുന്നത്. ഇതിനിടയിൽ 3 ജഡ്ജിമാർ ചേർന്ന് അവസാനം മാർക്കിടും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1996 ലോകത്താദ്യമായി ഡാൻസ് ബേസ്ഡ് റിയാലിറ്റി ഷോ തുടങ്ങിയത് അത് ഇന്ത്യയിലാണ്. സോണി എന്റർടൈൻമെന്റ് 1996 ബൂഗി വുഗി എന്ന പേരിൽ ലോകത്താദ്യമായി ഡാൻസ് ബേസ്ഡ് ആയ റിയാലിറ്റി ഷോ തുടങ്ങി. നമ്മൾ പണ്ട് പോഗോയിൽ കണ്ടിട്ടുള്ള ടക്കേഷി കേസിൽ എന്ന ഈ ഒരു ഷോയുടെ ഹിന്ദി കമന്ററി പറഞ്ഞിരുന്ന ജാവേദ് ജഫ്രി ആയിരുന്നു ഈ ഒരു ഷോയുടെ അവതാരകൻ. ഈ ഒരു സെയിം വർഷമായിരുന്നു നമ്മുടെ പോപ്പ് കിങ് ആയ മൈക്കിൾ ജാക്സൺ ഇന്ത്യ വിസിറ്റ് ചെയ്യാനായി വരുന്നത്. മൈക്കിൾ ജാക്സൺ 96 കാലഘട്ടത്തിൽ 50 മില്യൺ ചെലവിൽ ഇന്നത്തെ ഏകദേശം 400 കോടി രൂപ വലിയ ഒരു ടൂർ പാക്കേജ് എടുത്തു. ഈ ഒരു പാക്കേജിൽ ലണ്ടൻ, ബെർലിൻ, ടോക്കിയോ, സിഡ്നി തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ മുംബൈയും ഉൾപ്പെട്ടിരുന്നു. മുംബൈയിൽ മൈക്കിൾ ജാക്സൺ വന്നപ്പോൾ ഒരു അവാർഡ് ഷോയിൽ ജാവേദ് ജഫ്രി തന്നെയായിരുന്നു അവതാരകൻ. ഇതുകൊണ്ടെല്ലാം തന്നെ ബൂഗി വുഗി എന്ന ഷോയ്ക്ക് ആ ഒരു വർഷം വലിയൊരു ഹൈപ്പ് കിട്ടി. ഈ ഒരു ഷോ വലിയൊരു വിജയമായി മാറി. ഏകദേശം 7 സീസണുകൾ പുറത്തിറക്കി. പിന്നീട് ഈ ഒരു ഷോയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഡാൻസിങ് റിയാലിറ്റി ഷോസും ഉണ്ടായത്. മൈക്കിൾ ജാക്സൺ ഇന്ത്യ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ സ്പിരിച്വാലിറ്റി, ഫിലോസഫീസ്, നമ്മുടെ ട്രഡീഷൻസ്, യോഗ പോലുള്ള മെഡിറ്റേഷൻസ് ഇതെല്ലാം മൈക്കിൾ ജാക്സൺ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇന്ത്യ ഇഷ്ടമാവാൻ മൈക്കിൾ ജാക്സന് പല കാരണങ്ങളുണ്ട്. മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ മ്യൂസിക്കും ട്രഡീഷണൽ ഡാൻസും. ഇന്ത്യൻ മ്യൂസിക് മൈക്കിൾ ജാക്സൺ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഇതുകൊണ്ട് തന്നെ മൈക്കിൾ ജാക്സൺ ഇന്ത്യയിൽ വന്നപ്പോൾ ക്ലാസിക് മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസും കൂടുതലായി പഠിച്ചു. ഇതെല്ലാം തന്നെ തന്റെ ഡാൻസ് കോറിയോഗ്രഫിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്നാണ് മൈക്കിൾ ജാക്സൺ പറയുന്നത്. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് 91 മൈക്കിൾ ജാക്സന്റെ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന ആൽബത്തിൽ ഇന്ത്യൻ ക്ലാസിക് ഡാൻസ് ആയ ഭരതനാട്യം മൈക്കിൾ ജാക്സൺ ആടിയിരുന്നു. ഇവിടെ മൈക്കിൾ ജാക്സന്റെ ഒപ്പം ഡാൻസ് ചെയ്യുന്നത് യമുന ശങ്കരശിവം എന്ന ഒരു ശ്രീലങ്കക്കാരിയാണ്. യമുന ഇന്ത്യയിലേക്ക് വന്ന് കർണാട്ടിക് മ്യൂസിക്, ഭരതനാട്യം ഇതെല്ലാം ചെറുപ്പത്തിലേ പഠിച്ചിരുന്നു. മൈക്കിൾ ജാക്സന്റെ വലിയൊരു ഫാനായിരുന്നു യമുന ശങ്കരശിവം. ഒരു ദിവസം യമുന ശങ്കരശിവം ആ കാലഘട്ടത്തിൽ മൈക്കിൾ ജാക്സന്റെ ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന ആൽബത്തിന്റെ ഓഡീഷനിൽ പങ്കെടുത്തു. അന്ന് അവിടെ ടോട്ടൽ 3000 പേര് പങ്കെടുത്തു. അന്ന് സെലക്ട് ആയവരിൽ യമുന ശങ്കരശിവവും ഉണ്ടായിരുന്നു. യമുന ആദ്യം കരുതിയത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരിക്കാമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. മൈക്കിൾ ജാക്സന്റെ ഒപ്പം നിന്നുള്ള ഡാൻസ് ആയിരുന്നു. യമുന ടോട്ടലി ഷോക്കായി പോയി. ഓഡീഷന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പ്രാക്ടീസിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ വന്നു. അമേരിക്കൻ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലായിരുന്നു പ്രാക്ടീസ്. ഏകദേശം 14 മണിക്കൂറോളം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആൽബം ഷൂട്ട് ചെയ്തു. റിലീസിന് ശേഷം വേൾഡ് വൈഡായി ഹിറ്റായി മാറി. ഇന്ന് യമുന ശങ്കരശിവം ഒരു കോളേജ് പ്രൊഫസറാണ്. അടുത്തത് ബസർ അടിച്ചുകൊണ്ടുള്ള TV ഷോസ് ആണ്. അവതാരകൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം ബസർ അടിക്കുന്ന വ്യക്തിക്ക് ആൻസർ പറയാം. ആൻസർ ശരിയാണെങ്കിൽ ആ ഒരു വ്യക്തി വിന്നറായി മാറും. ഈ ഒരു സെറ്റപ്പ് ആദ്യം കൊണ്ടുവന്നത് അതും അമേരിക്കക്കാരാണ്. ആർ യു സ്മാർട്ടർ ദാൻ 5th ഗ്രേഡർ എന്നായിരുന്നു ഈ ഒരു ഷോയുടെ പേര്. ഈ ഒരു ഷോ 2007 തുടങ്ങിയത്. കുട്ടികളും അതോടൊപ്പം മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്തൊരു ഷോയാണിത്. 2007 വർഷം തന്നെ ഈ ഒരു ഷോ വളരെ വലിയൊരു വിജയമായി മാറി. അങ്ങനെ പല രാജ്യങ്ങളിലും ഇതിൽ നിന്ന് ഇൻസ്പയർ ആയി പല റിയാലിറ്റി ഷോസും വന്നു. ഇന്ത്യയിൽ ആദ്യമായി വന്നത് ഹിന്ദിയിലാണ്. ക്യാ ആപ് ആജ് വി പാസ് സേ തേസേ എന്നായിരുന്നു ഈ ഒരു ഷോയുടെ പേര്. അതായത് പേരും സെയിം തന്നെയാണ്. ഈ ഒരു ഷോയുടെ അവതാരകൻ നമ്മുടെ ഷാരൂഖ് ഖാൻ ആയിരുന്നു. ഈ ഒരു ഷോ 2008 പുറത്തിറങ്ങി. സ്റ്റാർ പ്ലസിലായിരുന്നു ടെലികാസ്റ്റിംഗ്. ഏകദേശം 37 എപ്പിസോഡ് പുറത്തിറക്കി. ഷോയുടെ വിന്നർക്ക് ലഭിച്ചത് 5 കോടി രൂപയാണ്. ഞാൻ ഈ പറയുന്ന ഷോകളുടെ മലയാളം വെർഷൻസിന്റെ പേരുകൾ നിങ്ങൾ ഉറപ്പായി കമന്റ് ചെയ്യണം. അടുത്തത് സിംഗർ റിയാലിറ്റി ഷോസ് ആണ്. പാട്ടുകൾ പാടി അവസാനം വിന്നർ ആവുന്ന TV ഷോസ് മലയാളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായി വന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ആണ്. 2006 തുടങ്ങിയത്. എന്നാൽ ഇതുപോലെയുള്ള പരിപാടികളും ആദ്യമായി തുടങ്ങിയത് ഫോറിൻ കൺട്രീസിലാണ്. ബ്രിട്ടീഷുകാരാണ് ഇതുപോലെയുള്ള പരിപാടികൾ ആദ്യമായി തുടങ്ങിയത്. 2001 പോപ്പ് ഐഡൽ എന്ന ബ്രിട്ടീഷ് ഷോ ആയിരുന്നു ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആദ്യമായി തുടക്കം കുറിച്ചത്.
പോപ്പ് ഐഡൽ 2001 മുതൽ 2003 വരെ ഏകദേശം 2 സീസൺ പുറത്തിറക്കി. ഈ ഒരു ഷോയെ തുടർന്ന് അമേരിക്കക്കാർ അമേരിക്കൻ ഐഡൽ എന്ന പേരിൽ 2002 അമേരിക്കൻ ഷോ പുറത്തിറക്കി. ഇത് വലിയൊരു വിജയമായിരുന്നു. ഈ ഒരു ഷോയെ തുടർന്ന് വേൾഡ് വൈഡായി ഓരോ കൺട്രീസും ഇതിൽ നിന്ന് ഇൻസ്പയർ ആയി സിംഗിങ് റിയാലിറ്റി ഷോസ് തുടങ്ങി. അമേരിക്കൻ ഐഡൽ എന്ന് ടോട്ടലിൽ 21 സീസൺ പുറത്തിറക്കി, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ശേഷം ഇന്ത്യയിൽ 2004 ഇന്ത്യൻ ഐഡൽ എന്ന ഷോ പുറത്തിറങ്ങി. ഇന്ത്യൻ ഐഡൽ ടോട്ടൽ 18 സീസൺ പുറത്തിറക്കി. ഇതും സോണി തന്നെയാണ് തുടങ്ങിയത്. ഈ ഒരു ഷോയിൽ നിന്ന് ഇൻസ്പയർ ആയാണ് നമ്മൾ കാണുന്ന സിംഗിങ് റിയാലിറ്റി ഷോസ് മലയാളത്തിലും തുടങ്ങിയത്. അടുത്തത് മലയാളത്തിലെ ബഡായി ബംഗ്ലാവ്. ഇങ്ങനെയുള്ള ഷോകളുടെ ഒറിജിനാണ്. മലയാളത്തിൽ ബഡായി ബംഗ്ലാവ് എന്ന ഷോ 2013 തുടങ്ങിയത്. ഒരു സെലിബ്രിറ്റിയെ വിളിച്ചു വരുത്തി ഒരു ഇന്റർവ്യൂ നടത്തുകയും ഇതിന്റെ ഒപ്പം തന്നെ കോമഡിയും കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെയുള്ള ഷോകൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഷോകൾ ആദ്യമായി തുടക്കം കുറിച്ചത് ബ്രിട്ടനിലായിരുന്നു. ആദ്യമായി തുടങ്ങിയത് ബ്രിട്ടീഷ് ഷോ ആണെങ്കിലും ഷോയുടെ ക്രിയേറ്റേഴ്സ് ഇന്ത്യക്കാരായിരുന്നു. കുമാർ അറ്റ് നമ്പർ 42 എന്ന ബ്രിട്ടീഷ് ഷോ ആയിരുന്നു ഇങ്ങനെയുള്ള ഷോകൾക്ക് തുടക്കം കുറിച്ചത്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഇന്ത്യൻ പേരാണ്. ഇതൊരു ഇന്ത്യൻ ബ്രിട്ടീഷ് ഷോ ആയിരുന്നു. ഇന്ത്യക്കാരും അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പൗരന്മാരും ഈ ഒരു ഷോയിലുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയിൽ 2013 കോമഡി നൈറ്റ് വിത്ത് കാബിൽ എന്ന ഷോ തുടങ്ങി. ഈ ഒരു സെയിം വർഷം തന്നെയാണ് മലയാളം വെർഷനും പുറത്തിറങ്ങിയത്. കോമഡി നൈറ്റ് വിത്ത് കാബിൽ ഒരു സീസണേ പുറത്തിറക്കിയുള്ളൂ. പിന്നീട് കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ആയി 3 വർഷങ്ങൾ കഴിഞ്ഞ് 2016 ആയപ്പോൾ കാബിൽ ശർമ്മ ഷോ എന്ന പുതിയ ഷോ തുടങ്ങി. ഇത് വലിയൊരു വിജയമായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും ഫോറിൻ കൺട്രീസിൽ നിന്നും വരെ നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ജാക്കി ചാൻ വരെ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കോടീശ്വരം പരിപാടിയാണ്. കോടീശ്വരം പരിപാടി മലയാളത്തിൽ തുടങ്ങിയത് 2012 ഏകദേശം 5 സീസൺ പുറത്തിറക്കി. ഒരു മത്സരാർത്ഥിയോട് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കും. ലാസ്റ്റത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ 1 കോടി വിന്നിംഗ് എമൗണ്ടായി ലഭിക്കും. ഈ ഒരു ഷോ ആദ്യമായി തുടങ്ങിയത് ബ്രിട്ടീഷിലായിരുന്നു. ഹൂ വാണ്ടഡ് ടു ബി എ മില്യണയർ എന്ന ഷോ 98 പുറത്തിറങ്ങിയത്. ഇത് വേൾഡ് വൈഡായി ഹിറ്റായി മാറി. ഈ ഒരു ഷോ ടോട്ടലിൽ 17 സീസൺ പുറത്തിറക്കി. ഇപ്പോഴും പുറത്തിറങ്ങുന്നു. ഈ ഒരു ഷോയെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകളും പുറത്തിറങ്ങി. ഈ ഒരു ഷോയിൽ തുടക്കകാലം മുതൽ തന്നെ അവസാനത്തെ ക്വസ്റ്റ്യൻ വളരെ ടഫായാണ് വെച്ചിരിക്കുന്നത്. ഭൂരിഭാഗം കണ്ടസ്റ്റൻസും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്താറില്ല, അതിന് മുന്നേ ഔട്ടാവും. അങ്ങനെ റയറായി മാത്രമേ ഫൈനൽ പ്രൈസ് ആളുകൾ വിൻ ചെയ്യാറുള്ളൂ. അങ്ങനെ കമ്പനിക്ക് ആരെങ്കിലും ഒരാൾ വിൻ ചെയ്യുന്നത് വരെ ഒരുപാട് ദിവസങ്ങൾ ഷോ ടെലികാസ്റ്റ് ചെയ്ത് പരസ്യ വരുമാനം നേടാം. അങ്ങനെ ഇരിക്കുമ്പോൾ ജോൺ കാർപ്പൻറ്റർ എന്ന വ്യക്തി വന്നു. ഇദ്ദേഹം സിമ്പിളായി ഒരു ലൈഫ് ലൈൻ പോലും യൂസ് ചെയ്യാതെ പെട്ടെന്ന് ആൻസർ പറഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തി. വളരെ ജീനിയസ് ആയ വ്യക്തിയായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം ഫോൺ എ ഫ്രണ്ട് എന്ന ലൈഫ് ലൈൻ യൂസ് ചെയ്തു. ഇദ്ദേഹം തന്റെ ഡാഡിയാണ് വിളിച്ചത്. എല്ലാരും കരുതിയത് ആൻസർ അറിയാത്തത് കൊണ്ട് ഇദ്ദേഹം ഹെൽപ്പിനായി വിളിച്ചതാണെന്നാണ്. എന്നാൽ ശരിക്കും ഇദ്ദേഹം വിളിച്ചത് തന്റെ ഡാഡിയോട് ഞാനൊരു മില്യണയർ ആകാൻ പോകുന്നു എന്ന കാര്യം അറിയിക്കാനായിരുന്നു. ശേഷം അദ്ദേഹം മാസായി ആൻസർ ലോക്ക് ചെയ്തു. അങ്ങനെ ആ ഒരു ഷോയുടെ ആദ്യത്തെ വിന്നറായി മാറി അദ്ദേഹം. ഈ ഒരു ഷോയിൽ നിന്ന് ഇൻസ്പയർ ആയി ഇന്ത്യയിൽ ആദ്യമായി 2000 കാലഘട്ടത്തിൽ കോർബതി എന്ന ഷോ ഇന്ത്യയിൽ തുടങ്ങി. അമിതാഭ് ബച്ചനായിരുന്നു അവതാരകൻ. ഈ ഒരു ഷോ വളരെ വലിയ വിജയം നേടി. ഇപ്പോൾ 16 സീസണുകൾ പുറത്തിറങ്ങി. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു.